നമ്മൾ കോട്ടയുടെ മുകളിലെത്തി കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച, വിശാലമായൊരു തടാകം കാണാം. ഈ മലകളുടെ എല്ലാം നടുവിലായിട്ട് ഒരു വലിയ തടാകം. അതുപോലെ തന്നെ ചെറിയ മഴച്ചാറ്റുണ്ട്. മഞ്ഞാണോ മഴയാണോ എന്നറിയില്ല. നമ്മൾ കയറി വന്നത് ആ താഴത്തെ ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിന്നാണ്. അത് ഒരു പണ്ടിവിടെയെല്ലാം സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നതാണ്. ഇവിടുന്ന് മുകളിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്റ്റെപ്പ്. അത് ആ ഒരു കാഴ്ച പലരും നമ്മുടെ വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടും വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടത്, ഇവിടെ വലിയൊരു ഫ്ലഡിൻ്റെ സമയത്ത് ഈ ഭാഗമടക്കം ഒലിച്ചു പോയൊരു കാഴ്ചയാണ് കാണുന്നത്. ഈ കല്ലിൻ്റെ മേളിൽ നിന്ന് കല്ലിൻ്റെ മേളിലോട്ട്. പക്ഷേ ഇതാണ് ഒരു സുഖം കേട്ടോ, ഈ സ്റ്റെപ്പ് കയറി വരുന്നതിൽ സുഖം. എന്നോട് പലരും പറഞ്ഞു ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം മേളിലെത്താൻ. ഇവിടെ നിന്ന് സ്റ്റെപ്പ് തപ്പിയിട്ട് സ്റ്റെപ്പ് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഡാൻസിൻ്റെ സ്റ്റെപ്പിട്ട് നമ്മളിങ്ങനെ കയറിപ്പോന്നു. പണ്ട് ഡാൻസ് ചെയ്തതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഇട്ട് മുകളിലേക്ക് കയറി പോകുന്നു. മുകളിൽ കയറി വന്നപ്പോൾ വിശാലമായ ഒരു ഏരിയ. ഈ മലയുടെ ഈ ഭാഗത്തെ മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണിത്. അപ്പോൾ അവിടെയാണ് കോട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ. ഇവിടെയെല്ലാം കല്ലടിക്ക് കയറ്റിയിരിക്കുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുമെങ്കിലും താഴെ നിന്ന് നോക്കുമ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ഥലമാണിത്. ഇത് കല്ല് തുറന്നുണ്ടാക്കിയ ഒരു ഭാഗമാണ് ആ കാണുന്നത്. അതിൻ്റെ അടിയിലൊരു ജലസ്രോതസ്സാണ്. ആളുകൾക്ക് വിശ്രമിക്കാനൊക്കെയുള്ള ഒരു ഗുഹ പോലെയുള്ളൊരു ഭാഗമാണ് കല്ലിൽ കൊത്തിയുണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രമോ ഭൂമിശാസ്ത്രമോ ഒന്നും താഴെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ടി വരും. അവിടെ ഒക്കെ ഇടിഞ്ഞു പോയതാണ് കേട്ടോ. അവിടെയൊക്കെ കരിങ്കല്ല് കെട്ടിയിരുന്നാണ്. അതെല്ലാം ഇടിഞ്ഞു പോയ ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഈ ഭാഗത്തുണ്ടായിരുന്നിരിക്കണം. കാരണം ഇവിടെയും ആ കരിങ്കല്ലിൻ്റെ കെട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തോടെ ആ ഭാഗത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ വലിയ വരവിൽ ഒലിച്ചു പോയതാവണം. അപ്പോൾ ശരി, നമ്മൾ കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇതൊരു വാക്ക് വേ ആണ്. മുകളിൽ കൂടെ ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഈ വാക്ക് വേയിലൂടെ പോയി അവിടെ ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. കാരണം കുഞ്ഞിക്ക് രാവിലെ ചെറിയ രീതിയിൽ ഭക്ഷണം കൊടുത്തിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാത്രയിൽ ഏറ്റവും കെയർ ചെയ്യേണ്ടത് അവളെ തന്നെയാണ്. നെൽപ്പാടമൊക്കെ വിളഞ്ഞു കിടക്കുന്ന മനോഹരമായ വഴികളിലൂടെ നമുക്ക് വേണമെങ്കിൽ അടുത്ത കോട്ടയിലേക്കും പോകാം. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഒരുപാട് താമസിക്കും. ഉച്ച കഴിയുമ്പോൾ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ പതിയെ ഈ ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം താഴേക്ക് പോവുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പിൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കോട്ടയുടെ മുകളിലെ ആ ക്ലിഫിൻ്റെ സൈഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ ക്ലിഫാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല ഒരു മലയുടെ ഒരു ഭാഗമാണ്. ആ ഭാഗവും നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലിഫിൻ്റെ സൈഡിലൂടെ നടന്നു പോവുകയാണ്. ഈ കരിങ്കല്ല് കെട്ടി വെച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ സൈഡിലാണ്. വലിയ കരിങ്കല്ലുകളാണ് കേട്ടോ. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇത് കയറ്റി വെച്ചവരെ സമ്മതിക്കണം. ഒരു കെട്ടോ ഒന്നുമില്ലാതെ ഇവിടുന്ന് തന്നെ, ഈ മുകൾ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇത് കയറ്റി വെച്ചിരിക്കുന്നത്. സമ്മതിക്കണം. അതിനെ ലോക്ക് ചെയ്ത് പുറകോട്ട് നടപ്പാത പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അപ്പോഴത്തേ നമ്മൾ പതിയെ ഇതിലെ വെള്ളം ഒഴുകി പോകുന്ന ഇതാണ്. കാലക്രമേണ അതെല്ലാം നശിച്ചു പോയതാണ്. മെയിൻ്റനൻസ് അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ പണ്ട്. അപ്പോൾ ഇതൊരു അങ്ങനെയൊരു കെയർ ചെയ്യുന്ന ഒരു സ്ഥലമല്ല. ഇങ്ങനെ ആളുകൾക്ക് വന്ന് വിശ്രമിക്കാനും
അവർ വന്ന് ഇച്ചിരി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഒരു ട്രക്കിങ് എന്നുള്ള ഒരു ഫ്രീ ട്രക്കിംഗ് എന്നുള്ള ഒരു രീതിയിൽ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ അടിവാരത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. കടയും വീടുമൊക്കെയാണ്, അവരുടെ സ്ഥലമാണ് ആ പുറകിൽ കാണുന്നത്. ഇതെല്ലാം ഗ്രാമങ്ങളാണ്. നമ്മൾ ചിന്തിച്ച് ഇത് കാടാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് ഗ്രാമങ്ങളാണ്. പക്ഷേ ഈ കരിങ്കല്ലായതുകൊണ്ട് ഇവിടെ കൃഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ അന്ന് ശിവാജി മഹാരാജിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ കോട്ടയിൽ പറഞ്ഞു വന്നപ്പോഴത്തേന് ഇത് കണ്ടോ, ഇതെങ്ങനെ കെട്ടിക്കയറ്റി വെച്ചിരിക്കുന്നു നോക്കി. ഈ കരിങ്കല്ല് കെട്ട് കണ്ടോ, ഇത് കരിങ്കല്ലല്ല, അത് താഴെ നിന്ന് കെട്ടിക്കയറ്റിയിരിക്കുന്നതാണ്. അന്നത്തെ കാലത്തെ ഒരു ടെക്നോളജി ഒന്ന് വിചാരിച്ചു നോക്കി. ആ താഴെ നിന്ന് കരിങ്കല്ല് കെട്ടിക്കയറ്റുന്ന ഇപ്പം താഴെ നേരെ മുളക് വെച്ച് കെട്ടിയായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആഹാ, നല്ല സുഖമുള്ള കാറ്റ്, നല്ല തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി കേട്ടോ. അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അതുകൊണ്ട് ഈ ക്ലിഫിലാണ് ഞാൻ നിൽക്കുന്നത്. ആഹാ, മനോഹരമായൊരു കാഴ്ചകൾ കണ്ടിങ്ങനെ നമ്മൾ മനം മടുക്കുകയാണ്. അതൊരു ഇതാണ്, ടേബിൾ ടോപ്പ് മലയാണ് ആ കാണുന്നത്. അതിൻ്റെ സൈഡിലുമുണ്ട് കോട്ടയുടെ ഭാഗങ്ങൾ. ഈ കോട്ടയും ആ കോട്ടയുമാണ് ഈ പ്രദേശത്തെ മൊത്തം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കോട്ടയുടെ അങ്ങേ തലയിലേക്കൊന്ന് പോകുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഈ ഭാഗത്തുനിന്ന്, അതിൻ്റെ ഏറ്റവും നീളമുള്ള ഭാഗത്തുനിന്ന് നമ്മളൊന്ന് കണ്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തെ കൽക്കെട്ടിൻ്റെ സൈഡിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴയൊക്കെ കഴിഞ്ഞ സമയമാണ്. ഇവിടെ എപ്പോഴും മഴയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സൈഡിൽ കൂടെ നടന്ന് അങ്ങേ സൈഡിൽ ചെരുവിൽ വരണം. ഒരു 1.5 മണിക്കൂർ നടക്കാനുണ്ടെന്നാണ് കേട്ടത്. അപ്പോഴത്തെ നമ്മൾ ഈ ക്ലിഫിലെത്തിയിട്ടുണ്ട്. ഈ ക്ലിഫിൽ ഒരു റൗണ്ട് ചെയ്തിട്ട് അവിടെ ഒരു തടാകം, ഇവിടെ മനോഹരമായ നെൽപ്പാടം, ആ നെൽപ്പാടവും തടാകമൊക്കെ കണ്ടോ. അതുപോലെ തന്നെ അവിടെ ഡാമൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കയാക്ക് ഇവിടെയെല്ലാം ഉണ്ട് ഇതുപോലത്തെ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. നമ്മൾ വന്ന ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ വരുന്നത് കേട്ടോ. ഈ വഴിയെല്ലാം നടന്നാണ് നമ്മൾ കയറി വന്നത്. ഒരാൾ സുഖിച്ച് പാർപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടോ. കുഞ്ഞിനെ കയറ്റിക്കൊണ്ട് വരായിരുന്നു. ഇവൻ എങ്ങനെ ഇതിൻ്റെ പണ്ടാലെത്തിയെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. സുഖിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. നല്ല ഉറക്കം, നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച്. കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്ന ഇവനെ ഇപ്പോൾ പായിച്ചേനെ. അപ്പോൾ ഈ മലയുടെ മുകളിലെ ഒരു കാഴ്ച ഉണ്ടോ, ഇത്ര മനോഹരമായ പുൽമേടാണ് മൊത്തം. ഇതിപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും ഇത് മുഴുവൻ ഇവിടെ കത്തിത്തീരും. അപ്പം പലരും ഇതിൻ്റെ മുകളിൽ വന്ന് ടെൻ്റടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. എന്ത് മനോഹരമാണെന്ന് നോക്കി. കൃഷിയില്ലാത്ത പാടശേഖരങ്ങളാണ്, നെൽകൃഷിയൊക്കെ കഴിഞ്ഞ പാടശേഖരം. ഇവിടെ മാത്രമാണ് ഇച്ചിരി നെൽകൃഷി ഉള്ളത്. പിന്നെ ആ പ്രദേശത്തൊക്കെ നെൽകൃഷിയുണ്ട്. ആ മഞ്ഞ കളർ കാണുന്നതെല്ലാം നെൽകൃഷിയുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. ഈ പ്രദേശത്തെ ആളുകളുടെ സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ കാണുന്നവരുടെ തൊട്ട് താഴെ കാണുന്ന പ്രദേശം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫാമുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ ചെറിയതായിട്ട് കാണുന്നത്. ഇതൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ. അവിടെ താഴെ പോത്തുകളൊക്കെ മേഞ്ഞ് നടക്കുന്നത് കാണാം താഴ്ഭാഗത്ത്. അപ്പോഴത്തെ ഇതിൻ്റെ തന്നെ ഒരു ഭാഗമായ ഒരു മലയാണ് ആ കാണുന്നത്. അതിൻ്റെ മുകളിലും ഒരു ചെറിയ ഇത് ആൻറ്റീനയോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മുമ്പോട്ട് പോവുകയാണ്. ഈ മലയുടെ മുകളിലെ ജലസ്രോതസ്സുകളാണ് ഇതൊക്കെ. ഇതുണ്ടോ, എത്ര ടാങ്കാണ് കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി. ഇതൊക്കെ കീറിയെടുത്തായിരിക്കണം ഈ കോട്ടയുടെ കല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് പടയാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യം, അതോടൊപ്പം തന്നെ ഇങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഉപയോഗിക്കാനുള്ള ടാങ്കുകൾ. അപ്പോൾ ഇതിലെയൊക്കെ പോത്തുകളൊക്കെ ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ. ഇവിടെ ധാരാളം പോത്തുകളുണ്ട്. ചെറിയ പോത്തിൻകുട്ടികളെ ഈ മലയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് വിടുന്നതാണ്. അതിനുശേഷം അവ വലുതായതിനു ശേഷം അവയെ താഴേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ഇവിടെ പെരിയാറിൻ്റെ തീരത്തൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാറുണ്ട്. അപ്പോഴത്തെ ഈ ഇതിൻ്റെ ഇടയിലൂടെയുള്ള ഒരു ചെറിയ വരമ്പ് പോലുള്ള ഭാഗത്തൂടെ ഞാൻ പതിയെ
നീങ്ങുകയാണ്. സാഹസികമാണ്. പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴത്തെ അതിൽ ഞാനിങ്ങനെ പോന്നു. തവളച്ചന്മാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. തവളച്ചന്മാർ എവിടെയാണേലും ഉണ്ട്. അവരെങ്ങനെ ഈ മലയുടെ മുകളിൽ എത്തും എന്നുള്ളതാണ്. അപ്പോഴത്തെ ഞാൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. ഇവിടെ നല്ല ചെടികൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ചെടികൾ എന്താ പൂത്ത് നിൽക്കുന്നുണ്ടോ. മഴക്കാലം കഴിഞ്ഞപ്പോൾ നിറയെ പൂക്കളായി. അങ്ങനെ ഒരുപാട് സ്പീഷ്യസിലുള്ള ചെടികൾ നമുക്ക് ഈ മലയുടെ മുകളിൽ കാണാൻ പറ്റും. മലയുടെ മുകളിൽ മാത്രമല്ല, വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ചെടികളൊക്കെ നമ്മളിങ്ങനെ തേടിയെത്തേണ്ട സ്ഥലങ്ങളാണ് ഈ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകൾ. അപ്പോഴത്തെ പോത്തിൻകുട്ടന്മാർ മേഞ്ഞ് നടക്കുന്ന ഒരു പ്രദേശം. കോട്ടയുടെ ഭാഗങ്ങൾ കണ്ടോ. അങ്ങ് മുകളിലൊക്കെ വലിയ പോത്തുകൾ നിൽക്കുന്ന കാണാം. ഇവിടുന്നേ അത്രയും വലിപ്പം. അപ്പോൾ അടുത്ത് ചെന്നാൽ ഏത് സൈസായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കോട്ടയുടെ ഈ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. മിക്ക കോട്ടകളിലും കണ്ടിരുന്നു തെണ്ടിത് ഈ ചെറിയതൊക്കെ ഈ ധാന്യങ്ങൾ അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇവിടെയൊക്കെ പണ്ടുകാലത്ത് കൃഷി ചെയ്തിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ കൃഷി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പടയാളികൾക്ക് താമസിച്ച് കൃഷി ചെയ്യാനുള്ള രീതി തെണ്ടിതാണ്. ആ ഒരു കല്ല് വെച്ചിട്ട് പൊടിക്കുന്ന ഭാഗം ഈ സൈഡിലോട്ടാണ് ഈ പൊടിയെല്ലാം വന്ന് വീഴുന്നത്. അപ്പോഴത്തെ ഈ കല്ലാണ്. ഈ കല്ലിൽ മറ്റൊരു കല്ലിൻ്റെ മുകളിൽ കയറ്റിയിട്ടിട്ട് ഇത് കറക്കിയാണ് ഇതിങ്ങനെ വെടിമരുന്ന് നിർമ്മിച്ചിരുന്നത്, മിക്സ് ചെയ്തിരുന്നത്. ഇത് മറ്റൊരു ഭാഗമാണ്. ഇത് കണ്ടോ, ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു കല്ല്. ഇതിൻ്റെ മുകളിൽ കല്ല് കയറ്റിയിട്ടിട്ട് ഇതിട്ട് കറക്കുമ്പോൾ ധാന്യം ഇവിടെ പൊടിഞ്ഞ് താഴേക്ക് വരും. അത് ഈ സൈഡ് വഴി നമുക്ക് താഴേക്ക് എടുക്കാവുന്നതാണ്. അന്നത്തെ ഒരു മാനുവലായിട്ട് അന്നത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഇത് അടിപിടിക്കാനുള്ള ഒരു മാർഗമാണിത്. പാറ പോലെ കിടക്കുന്നതൊക്കെ പശുക്കളാണ് കേട്ടോ. ഇത് കണ്ടോ, പശുക്കളും പോത്തുകളും എരുമകളും ഒക്കെയാണ്. അപ്പോൾ ശരി, നമുക്ക് ഈ കോട്ടയുടെ സൈഡിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ കോട്ടയുടെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. കോട്ട കൊത്തളം ഇതാണ്. ആളുകൾ വരുമ്പോൾ അമ്പ് ചെയ്യാനും തീപ്പന്തം കത്തിച്ച് താഴേക്ക് ഇടാനും ഒക്കെയുള്ള ഹോളുകൾ. വലിയ ഹോളുകളൊക്കെ തീപ്പന്തം കത്തിച്ച് താഴേക്ക് ഇടുന്നതാണ്. അതുപോലെ തന്നെ അമ്പും വില്ലും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തീപ്പന്തം കൊളുത്തി വെച്ചിട്ട് താഴേക്ക് എയ്യുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പുറകോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കിളിവാതിൽ കാണാൻ പറ്റും. അതിലൂടെയാണ് താഴെ നിന്നുള്ള ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കിളിവാതിൽ. ഈ ഭാഗത്തുനിന്ന് നോക്കിയാൽ അങ്ങേ കോട്ട കാണാൻ പറ്റും. ഇത് കണ്ടോ, വളരെ ഡേഞ്ചറായിട്ടുള്ള ഏരിയയിൽ ഇത് നിർമ്മിച്ചവരെ സമ്മതിക്കണം. ഇത് കണ്ടോ, ആ കോട്ടയുടെ ഭാഗവും ഈ കോട്ടയുടെ ഭാഗവും ഈ പ്രദേശം മുഴുവൻ ഞാൻ കയറി വന്ന വഴികളാണ് ആ കാണുന്നത്. അതിലേ നടന്നാണ് നമ്മൾ വന്നത്. ആ ഏരിയ എല്ലാം കവർ ചെയ്ത് കയറി വന്നതാണ്. ആ കാണുന്ന പ്രദേശത്തു നിന്നാണ് നമ്മൾ വരുന്നത്. എക്സ്പ്രസ് ഹൈവേയും റെയിൽവേ ലൈനുമൊക്കെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വിശാലമായ ഏരിയയിലൂടെ സഞ്ചരിച്ച് നമ്മൾ അവസാനം ഈ കോട്ടയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ച. ഇത് കണ്ടോ, ഈ ക്ലിഫിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മുകളിൽ നിൽക്കുന്ന കല്ല് കണ്ടാൽ തന്നെ അതിശയം വരും. അപ്പോൾ നമ്മൾ മറ്റൊരു ഭാഗം കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കിയാലും ഈ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഞാൻ വന്ന വഴികൾ കാണിച്ചു തരാം. ആ കാണുന്ന ഭാഗമാണ് നമ്മൾ പോയ കരിങ്കൽ ഗുഹ. ആ മലയുടെ അടിയിലാണ് ഗുഹ. ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ കുഞ്ഞിയെ വെച്ചിരിക്കുന്നത്. ആ വഴി ചെന്ന് ചേരുന്ന ഭാഗത്ത്, ആ വഴി പോയി ചേരുന്ന ഭാഗത്താണ് നമ്മുടെ കുഞ്ഞി ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ യാത്ര തിരിച്ച് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോഴത്തെ ഇവിടുത്തെ
ഏറ്റവും ഉയർന്ന ഒരു കോട്ടയുടെ ഭാഗത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രദേശം മുഴുവൻ ഒരു 360 ഡിഗ്രിയിൽ മുഴുവനായും കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ക്ലിഫാണിത്. ഇത് കണ്ടോ, അങ്ങ് താഴെ നിന്നും ആ കരിങ്കല്ല് കെട്ടിക്കയറ്റിയിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അത് ഏത് രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ ക്ലിഫുകളും ഒരു ആർച്ച് പോലെ നിർമ്മിച്ച് പുറത്തേക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച, അത് നിർമ്മിച്ച ടെക്നോളജി, അതോടൊപ്പം തന്നെ ഈ പ്രദേശം മുഴുവൻ കാണാവുന്ന രീതിയിൽ അതിനെ ആ ഒരു മുൻവിധിയോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രദേശം. ഇവിടെയൊക്കെ പണ്ട് നിബിഡ വനങ്ങളായിരുന്നിരിക്കണം, പിന്നീട് അതൊക്കെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയതായിരിക്കണം, അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ, ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളായിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് ആ കാണുന്ന മലയുടെ സൈഡിലേക്കാണ്. ആ മലയുടെ സൈഡിൽ ആണ് ഞാൻ പറഞ്ഞ മറ്റൊരു ക്ഷേത്രമുള്ളത്. അത് ഗുഹയ്ക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയാലേ ഉള്ളൂ ആ ക്ഷേത്രവും കാര്യങ്ങളുമൊക്കെ. നൂറുകണക്കിന് നടകൾ കയറിപ്പോകണം എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പോൾ വിശാലമായ ഈ കൃഷിഭൂമിയുടെ സമീപത്തു നിന്നും ഈ കോട്ടയുടെ മുകളിലൂടെയുള്ള യാത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഇത് കണ്ടോ, നിറയെ പോത്തുകളും പശുക്കളുമൊക്കെ മേയുന്ന ഒരു ഹിൽ ടോപ്പ്. ഏറ്റവും ഉയരമുള്ള പ്രദേശം അതാണ്. അപ്പം ഞാൻ കോട്ടയുടെ കുറച്ച് മുൻപോട്ട് നടന്നു പോവുകയാണ്. ഇവിടെ എപ്പോഴും തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പം നമ്മൾ 3 സ്റ്റെപ്പ് ഇറങ്ങി മറ്റൊരു ക്ലിഫിലോട്ട് വന്നു. ഇവിടെ നിന്നുമുള്ള കാഴ്ച ഇങ്ങനെ ഈ വാതായനങ്ങൾ തുറക്കുന്നതാണ്. ഈ മൊത്തം വിഷൻ, ഒരു 90 ഡിഗ്രി വിഷൻ കാണത്തക്ക രീതിയിലുള്ള ഒരു പ്രദേശമാണ് ഇത്. അപ്പോൾ ഇതൊക്കെ കണ്ട ശേഷം നമ്മൾ പതിയെ യാത്ര തുടരുകയാണ്. ആ വഴിയിലൂടെ താഴേക്കിറങ്ങി നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. നമ്മൾ കയറി വന്ന വഴികൾ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇത് കണ്ടോ, ഈ കിടക്കുന്ന ആ കരിങ്കല്ലിലൂടെയാണ് നമ്മൾ കയറി വന്നത്. ആളുകൾ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് വന്ന് ഈ കാടിനുള്ളിലൂടെ താഴേക്കിറങ്ങി ആ കടയുടെ സമീപത്തേക്കാണ് ഈ വഴി ചെല്ലുന്നത്. അവിടുന്ന് പിന്നെ ഒരു 1.5 കിലോമീറ്റർ നമ്മൾ നടന്ന് അങ്ങ് അകലെ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ സമീപത്തേക്ക് എത്തണം. അപ്പോൾ ഇവിടെ നിന്നാൽ ഈ ക്ലിഫിൻ്റെ ആ ഒരു വലിയ ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, കോട്ട അവിടുന്ന് എല്ലാം ഇടിഞ്ഞു താഴെ വീണതാണ്. തേണ്ട അവിടുന്ന് ഇങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ വിശാലമായ ആ ഒരു ഭൂപ്രകൃതി നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന വഴികൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. വളരെ അതിശയം തോന്നുന്നു. ഈ കുത്തനെയുള്ള കയറ്റമാണല്ലോ ഞാൻ കയറി വന്നെന്ന് ഓർത്തിട്ട്. നമ്മൾ കയറി വന്ന് അവിടെ എത്തണം. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സമയം ഏകദേശം 11 മണിയായി. ഇനിയിപ്പോൾ താഴേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മൾ വായിലെത്തിയിട്ടുണ്ട്. വായിലെ ശിവാജി മഹാരാജിൻ്റെ ആ വലിയ പ്രതിമയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഭജനമുണ്ട്. അവിടെ ഭജന നടക്കുകയാണ്. ഇതാണ് വായിലെ ഒരു ചെറിയ ടൗണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അതാണ് ഒരു ഭജനമാണ് ചെയ്യുന്നുണ്ട്. ഒരു ശിവക്ഷേത്രമാണ്. അങ്ങനെ വായി പട്ടണമാണിത്. ഇതാണ് നമ്മൾ പോയ ആ കോട്ടയുടെ ഭാഗങ്ങളൊക്കെയാണ് ആ മുകൾ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്.